ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ബ്രെഡും മുട്ടയും വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇതുണ്ടാക്കാൻ വെറും 2 മിനിറ്റ് മാത്രമേ വേണ്ടൂ. നിങ്ങളിൽ മിക്കവർക്കും ഈ ഒരു റെസിപ്പി അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 6 ബ്രെഡ് സ്ലൈസും 2 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഈ 2 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ ഒരു 2 മുട്ട വെച്ച് നമുക്ക് മാക്സിമം 6 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് സ്ലൈസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും കൂട്ടണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൽ മുക്കി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്കിനി എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ പുരട്ടി കൊടുക്കണമെന്നില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഈ ഒരു മുട്ടയിൽ മുക്കിയെടുക്കാം. 2 സൈഡും നമ്മൾ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇനി നമുക്കിത് ഈ ചൂടായിരിക്കുന്ന തവയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ബ്രെഡ് സ്ലൈസ് ഇതുപോലെ മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ 2 സൈഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരക്കുള്ള സമയങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയും സ്നാക്സ് ആയും ഒക്കെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെയും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.